നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇൻഫ്ലുവൻസർ ദമ്പതികൾ തമ്മിലുള്ള ആ ഒരു പോരാട്ടം, അതായത് അവർക്കിടയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ ഒരു തർക്കത്തിൽ പോലീസ് കേസെടുത്തതുമായി വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസർ ദമ്പതിമാരിൽ ജിജി ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാര്യ ജിജി മരിയോ നിർണായകമായ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നിലവിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാര്യം അറിയിക്കുകയാണ്. എന്റെയോ മക്കളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സോഷ്യൽ മീഡിയകളിൽ പല വീഡിയോസ് ആൻഡ് ഓഡിയോ ക്ലിപ്പിംഗ്സ് പ്രചരിക്കപ്പെടുന്നത്. അത്തരം വീഡിയോസ് ആൻഡ് ഓഡിയോസ് പ്രചരിക്കുന്നതിൽ അതിതീവ്ര വേദനയും ഖേദവുമുണ്ട്. അതിനെതിരെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമാണ് തനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇത് പ്രചരിപ്പിച്ച വ്യക്തിയെക്കുറിച്ച് തനിക്ക് അറിവ് കിട്ടി എന്നും എല്ലാവരോടും നന്ദിയും കടപ്പാടും സ്നേഹവും മാത്രം. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആഘാതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് താൻ ഊളിയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചുറ്റും നിൽക്കുന്നവരെയും ചങ്കു പറിച്ച് സ്നേഹിച്ചവരെയും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. ആ തിരിച്ചറിവ് ഒരു അഗ്നിപർവ്വതം പോലെ ഹൃദയത്തെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കിയ മുറിവുകൾ നിലയ്ക്കാത്ത ചോരപ്രവാഹമൊലിക്കുന്ന ആഴമേറിയ മുറിവാണ് സമ്മാനിച്ചത്. ജീവിതത്തിലെ വേദനകളിലും നഷ്ടങ്ങളും തിരസ്കരണങ്ങളിൽ നിന്നും ഉടലെടുത്ത എൻ്റെ ജീവിതമാണ് ഞാൻ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും. അതിലൊരു കളങ്കവുമില്ല എന്നുള്ള എൻ്റെ നിലപാടിൽ ഇപ്പോൾ ഞാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. സത്യമല്ലാത്ത ആരോപണങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ ചാപ്പ കുത്തി എല്ലാവരും ആഘോഷിക്കുന്നതിൻ്റെ ഇടയിലും അമ്മയും രണ്ട് പെൺമക്കളും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലായി കാണുന്നു. നുണപ്രചാരണങ്ങൾക്ക് ഇത്രയേറെ ആഘോഷവും സ്വാധീനവും ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയ ദിവസങ്ങൾ. ഒരിക്കലും എന്നെയും മക്കളെയും നേരിൽ കണ്ടിട്ടില്ലാത്തവർ പോലും ആർത്തട്ടഹസിക്കുന്നു. എന്നിലെ നന്മയെയും ആത്മാർത്ഥതയെയും സ്നേഹത്തെയും വലിച്ചു കീറി കടിച്ചു പറിച്ച് ചോര കുടിക്കുന്നു. എന്നിലെ കണ്ണുനീർ വറ്റി കണ്ണിൽ നിന്ന് ചോര ഒഴുകുന്ന ദിവസങ്ങൾ. ചുറ്റും ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുനരികൾ. ആക്രോശവുമായി പതിയിരിക്കുന്ന കുറുനരികൾക്ക് നടുവിൽ തനിച്ചായി പോയ രണ്ട് മുയൽ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പാവം ഒരു അമ്മ മുയലിന്റെ അവസ്ഥ ആർക്കും ഇനി ഇങ്ങനെ സംഭവിക്കരുത് എന്ന പ്രാർത്ഥന മാത്രം. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേദനകളുടെയും അപമാനങ്ങളുടെയും ആഴം എത്ര വലുതാണെങ്കിലും എൻ്റെ ആത്മാവിലെ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. സത്യത്തിന്റെ ജ്വാല എന്നിൽ ഇപ്പോഴും അഗ്നിയായി സ്ഫുരിക്കുന്നുണ്ട്. ഇനി എൻ്റെയും മക്കളുടെയും മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് നിശ്ചയമില്ലെങ്കിലും സത്യത്തിന്റെ ജ്വാലയിൽ നിന്നും ഞാൻ ധൈര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ഈ പോരാട്ടങ്ങളുടെയും അപമാനങ്ങളുടെയും ആരോപണങ്ങളുടെയും ഇടയിലും തൻ്റെ നിലപാടിൽ ഉറച്ച് തല ഉയർത്തി നിൽക്കാൻ ദൈവം ശക്തി തരുന്നുണ്ട്. ആരൊക്കെ കൈവിട്ടാലും തള്ളിപ്പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ദൈവം കൈവിടില്ല എന്ന വിശ്വാസം മാത്രമാണ് കൈമുതലെന്നും ജിജി മരിയോ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഇൻഫ്ലുവൻസർ ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഭാര്യ ജിജി മരിയോയ്ക്കെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി ഭർത്താവ് മാരിയോ ജോസഫ് രംഗത്ത് വന്നിരുന്നു. ജിജി മദ്യപിക്കുന്ന ആളാണെന്നും ഈസ്റ്റർ ദിനത്തിൽ രാത്രി കത്തിയുമായി തന്നെ കുത്താൻ ഓടി വന്നുവെന്നും മാരിയോ ജോസഫ് ആരോപിച്ചു. ഒഴിഞ്ഞു മാറിയപ്പോൾ കൈക്കാണ് കുത്തേറ്റത്. പോലീസിൽ പരാതി നൽകാൻ പോയപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനം ഇപ്പോൾ വളർന്നു വരുന്ന ഒന്നാണെന്നും കേസായാൽ അതിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ പറഞ്ഞതിനാൽ പരാതി നൽകിയില്ല. അതിനുശേഷം വീട്ടിൽ കിടന്നുറങ്ങാൻ തനിക്ക് ഭയമായിരുന്നു. നിങ്ങളെ കൊന്നുകളഞ്ഞാലും മുസ്ലിം തീവ്രവാദികൾ കൊന്നതാണെന്ന് നാട്ടുകാർ പറയും. അതിന്റെ സിമ്പതി കൂടി എനിക്ക് കിട്ടുമെന്ന് ജിജി പലതവണ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും മാരിയോ ജോസഫ് യൂട്യൂബ് ചാനൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു. കുടുംബജീവിതം പ്രമേയമാക്കി നിരവധി മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്നവരാണ് മാരിയോയും ജിജിയും. മരിയോ തന്നെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ജിജി കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. മർദ്ദിക്കുകയും വിലപിടിപ്പുള്ള ഫോൺ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തുവെന്നാണ് ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. സെറ്റ് ഓഫ് ബോക്സ് ഉപയോഗിച്ച് തലയ്ക്കടിച്ചു, 70,000 രൂപയുടെ ഫോൺ തല്ലിപ്പൊട്ടിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പരാതിക്ക് കാരണമെന്നാണ് മരിയോ ജോസഫ് വീഡിയോയിൽ പറയുന്നത്. നേരത്തെയും ജിജിയുമായി തർക്കമുണ്ടായിട്ടുണ്ട്. ജിജിയും ബന്ധുക്കളും ചേർന്ന് നേരത്തെ തന്നെ മർദ്ദിച്ചിരുന്നു. ജിജി എല്ലാ ദിവസവും മദ്യപിക്കും. വൈകുന്നേരങ്ങൾ അവരോട് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. തങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരെയും ജിജി മർദ്ദിച്ചിട്ടുണ്ടെന്നും മരിയോ ജോസഫ് വെളിപ്പെടുത്തുകയുണ്ടായി. ജീവിതം മെച്ചപ്പെടുത്താനുള്ള മോട്ടിവേഷണൽ ക്ലാസുകളിലൂടെ പ്രശസ്തരാണ് മരിയോ ജോസഫും ജിജിയും മരിയോയും. മരിയോ ജോസഫിനെതിരെ ഭാര്യ ജിജി ഗാർഹിക പീഡനത്തിന് കേസ് നൽകിയതോടെയാണ് കുടുംബജീവിതം മെച്ചപ്പെടുത്താനുള്ള ഉപദേശം നൽകുന്ന ദമ്പതിമാരുടെ ദാമ്പത്യ ജീവിതം താറുമാറാണ് എന്ന വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നത്. സുലൈമാൻ എന്ന മാരിയോ ജോസഫിന്റെ പഴയകാലം, അതായത് ഇസ്ലാം മത വിശ്വാസിയായിരുന്നു സുലൈമാൻ. അദ്ദേഹമാണ് പിന്നീട് മാരിയോ ജോസഫായി മാറിയത്. ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറിയ സുലൈമാൻ മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ചു. പിന്നീടാണ് ജിജിയെ വിവാഹം കഴിക്കുന്നത്. ക്രിസ്തു മതത്തിലെത്തി പ്രഭാഷകനായ മാരിയോയ്ക്കൊപ്പം അതേ ആശയങ്ങളുള്ള ജിജിയും ചേർന്നു. ഇവരുടെ പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ പലതവണ വിവാദത്തിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾക്കുള്ള
ഒരു പല പരിഹാരങ്ങൾ നമ്മൾ തേടും. അതിലൊരു പരിഹാരമായിട്ട് മാരിയോ ജിജി ദമ്പതിമാരെ പലരും കണ്ടിരുന്നു. ദമ്പതികൾക്കായുള്ള ധ്യാന കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുകയും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൗൺസിലിംഗ് നടത്തിയും ഇവർ പ്രശസ്തരായി. ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസുകൾ നടത്തി. ലൈഫ് സ്റ്റൈൽ കോച്ച് എന്നാണ് ജിജി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഫിലോകാലി എന്ന സംഘടന വഴിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. വഴക്കിനിടയിൽ മാരിയോ സെറ്റ് ഓഫ് ബോക്സ് കൊണ്ട് തന്റെ തല അടിച്ചു പൊട്ടിച്ചുവെന്ന പരാതി വന്നതോടെയാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല ഗുരുതര ആരോപണങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചൊരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 9 മാസമായി ഇവർ വേർപിരിഞ്ഞ് കഴിയുകയാണ് എന്നാണ് FIRൽ വ്യക്തമാകുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഒക്ടോബർ 25 വൈകിട്ട് 5:30 ജിജി മാരിയോയുടെ വീട്ടിലെത്തിയിരുന്നു. സംസാരത്തിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. എന്തായാലും മാരിയോ ജോസഫ് നേരത്തെ ചില മാധ്യമങ്ങളോട് നിർണായക പ്രതികരണം നടത്തിയിരുന്നു. ചുമരിൽ തുടരെ തലയിടിച്ചു പൊട്ടിച്ചു, ചോരൊലിക്കുന്ന തലയുമായി 25 കിലോമീറ്ററോളം കാർ ഓടിച്ചു, കേസ് കൊടുത്തത് ട്രസ്റ്റിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ചേർക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ജിജിക്കെതിരെ മാരിയോ വീണ്ടും ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. തലയെ അടിച്ചു പൊട്ടിച്ചെന്നും 70,000 രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് നശിപ്പിച്ചെന്നുമുള്ള ഭാര്യ ജിജി മാരിയുടെ ആരോപണങ്ങൾക്കാണ് മാരിയോ ജോസഫ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ഈ മാരിയോയും അമ്മയും ജിജിയും ചേർന്ന് 2024 ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 1 വർഷത്തോളം ഇത് നിഷ്ക്രിയമാക്കി വെച്ചു. ബാങ്ക് അക്കൗണ്ട് പോലും തുടങ്ങാതെ മരവിപ്പിച്ചു. പിന്നീട് രജിസ്റ്റർ ചെയ്ത വക്കീലാണ് ഇത് ആരംഭിക്കണം, ഇല്ലെങ്കിൽ വലിയ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. താൻ പറഞ്ഞു തനിക്കത് വേണ്ടാന്ന്. അങ്ങനെ 3 പേരും രാജി നൽകി. ഈ സമയത്താണ് ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നത് മനോഹരമായൊരു പേരല്ലേ എന്നും ലോകം മുഴുവൻ ഇപ്പോൾ അങ്ങനെയല്ലേ അറിയുന്നതെന്നും വക്കീൽ ചോദിച്ചത്. അപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ ആ പേര് ചിലപ്പോൾ നഷ്ടമായേക്കുമെന്ന് വക്കീൽ പറഞ്ഞു. അങ്ങനെയാണ് അജ്മലിനെയും മാഷിനെയും ചേർത്ത് രജിസ്റ്റർ ചെയ്തത്. എന്തിനാണെന്ന് പോലും അറിയാതെയാണ് അവർ ID കാർഡ് തന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കാര്യം അവരോട് പറഞ്ഞത്. ആ പേര് നിലനിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. വഴക്ക് ഉണ്ടാകുമെന്ന് കരുതി ഇക്കാര്യം ജിജിയോട് പറഞ്ഞിരുന്നില്ല. ജിജി അമേരിക്കയിലേക്ക് പോയപ്പോഴായിരുന്നു താൻ രജിസ്ട്രേഷന്റെ കാര്യം ജിജിയോട് പറഞ്ഞത്. എപ്പോൾ തിരിച്ചു വരുന്നു അപ്പോൾ ജിജിയും മകളും ഇതിൽ അംഗമാണെന്ന് താൻ പറഞ്ഞിരുന്നു. മൂത്ത മകൾക്ക് ഈ സ്ഥാപനത്തിൽ വലിയ പ്രതീക്ഷയാണ്, അതുകൊണ്ട് അവളും ഉണ്ടാവണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അജ്മലും മാഷും തന്റെ ഒപ്പം ഇരിക്കാൻ പറ്റിയ ആളുകളല്ലെന്നും അവരെ ഒഴിവാക്കി താൻ പറയുന്ന ആളുകളെ ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു ജിജി പറഞ്ഞത്. അന്നു മുതൽ വഴക്കുകൾ തുടങ്ങിയതാണ്. ജിജി അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര വയലന്റായി. ഒരു ദിവസം ഓഫീസിൽ കയറി വന്ന് മറ്റ് സ്റ്റാഫുകളുടെ മുന്നിലിട്ട് അജ്മലിനെ തല്ലി. മാഷിനെ അസഭ്യം പറഞ്ഞു. എല്ലാവരുടെയും മുന്നിലിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ കളഞ്ഞിട്ട് പോകുമെന്നായിരുന്നു ജിജിയുടെ വിചാരം. പക്ഷെ അവർക്ക് തന്നെ ഒരുപാട് കാലങ്ങളായി അറിയാം. 2018 മുതൽ അജ്മൽ തന്നോടൊപ്പമുണ്ട്. പിന്നീട് താനൊരു കള്ളത്തരം പിടിച്ചു. തന്റെ വീടിനോട് അടുത്തിരിക്കുന്ന ഒരു കോൺവെന്റ് അനിയൻ വാങ്ങിയതായി ജിജി പറഞ്ഞിരുന്നു. നല്ല വിലയുള്ള സ്ഥലമാണിത്. അത് വാങ്ങാനുള്ള കാശ് അവന്റെ കയ്യിൽ ഇല്ലാന്ന് തനിക്കറിയാം. അത് ചോദിച്ചപ്പോൾ മദ്യലഹരിയിലായിരുന്ന ജിജി തന്നെ കത്തി കൊണ്ട് കുത്തി. ആഴത്തിലുള്ള മുറിവായിരുന്നു. നാണക്കേടാകുമെന്ന് കരുതി പരാതി നൽകിയില്ല. കുറച്ച് ദിവസം മുമ്പ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജിജിക്ക് 4 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണമെന്ന്. എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ED അന്വേഷണം വരുമെന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും താൻ പറഞ്ഞപ്പോഴും ജിജി ഒഴിഞ്ഞു മാറി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജിജിയും അനുജത്തിയും അടക്കം 8 പേർ ഓഫീസിലെത്തിയെന്നും ഇത് കണ്ട താൻ ഡോർ ലോക്ക് ചെയ്തു. ഇതോടെ അവർ പടികളിലൂടെ ആദ്യ നിലയിലെത്തി. ജിജി തലകൊണ്ട് ഗ്ലാസ്സിൽ ഇടിച്ചു. ഇതൊരു സ്റ്റാഫ് കണ്ടിരുന്നു. ഞാൻ ഈ വിവരം ഫോണിൽ പറയുന്നത് കേട്ട് ജിജി ചുമരിൽ തലകൊണ്ടിടിച്ചു. ഞാൻ ഇത് ഷൂട്ട് ചെയ്തു. ശേഷം ഭീഷണി മുഴക്കി അവർ പോയി. സെറ്റ് ഓഫ് ബോക്സ് കൊണ്ട് തലയിൽ അടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ വീട്ടിൽ TV പോലും ഇല്ല. ചാലക്കുടിയിൽ ഒരുപാട് ആശുപത്രി ഉണ്ടായിട്ടും എന്തിനാണ് അപ്പോളയിൽ പോയതെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല. ചോര ഒലിക്കുന്ന തലയുമായി 25 കിലോമീറ്ററോളം കാർ ഓടിച്ച് മാഷിന്റെ വീട്ടിൽ ജിജി രാത്രി പോയി. എന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നീടാണ് ജിജി പോലീസിനെ സമീപിച്ചത്. ഭർത്താവ് ഉപദ്രവിച്ചെന്നും എന്നാൽ കേസ് എടുക്കേണ്ടെന്നും ഒത്തുതീർപ്പാക്കണമെന്നുമായിരുന്നു ആവശ്യം. സംഭവം കേസാക്കാതിരിക്കണമെങ്കിൽ അജ്മലിനെയും മാഷിനെയും ട്രസ്റ്റിൽ നിന്ന് മാറ്റണമെന്നും അവൾ പറയുന്ന ആളുകളെ ചേർക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ താൻ ഇതിന് സമ്മതിച്ചില്ല. തുടർന്നാണ് താൻ പോലീസിൽ പരാതി നൽകിയത്. താൻ പരാതി നൽകിയ വിവരം അറിഞ്ഞ് ജിജിയും കേസ് കൊടുത്തു. ഇത്തരത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ, അതായത് ജിജി പറഞ്ഞതിൽ നിന്നും വിഭിന്നമായ വെളിപ്പെടുത്തൽ മാരിയോ നടത്തുന്നു. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ജിജിയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്നതൊക്കെ തെറ്റാണെന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ ജിജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും FIR വന്ന കേസാണ്. FIRൽ പറയുന്നത് ഇപ്രകാരമാണ്. FIRൽ എന്താണ് പറയുന്നത് നോക്കാം. പ്രൊഫഷണൽ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ 9 മാസമായി അകന്നു ജീവിക്കുകയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരായ പരാതിക്കാരിയും ഭർത്താവും. കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം 25 വൈകിട്ട് 5:30 ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കവെയാണ് വാക്കേറ്റവും ദേഹോപദ്രവവും ഉണ്ടായത്. ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ മാരിയോ ജോസഫ് TVയുടെ സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് ജിജിയുടെ തലയിൽ അടിച്ചു.
അതുകൂടാതെ ഇടത് കൈയിൽ കടിക്കുകയും തലമുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തു. ജിജിയുടെ കയ്യിൽ നിന്നിരുന്ന മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ജിജിയുടെ ഒരു പ്രതികരണവും ഏറ്റവും നിർണായകമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.